ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്സ്. ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ സെന്നിൻ്റെ പ്ലാറ്റ്ഫോം വർക്കിന് വേണ്ടി ഞാൻ ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പാലക്കാട് കൊടുന്തുരുപ്പള്ളി, ഇവിടെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല പരിചയമുള്ള ഓണറിൻ്റെ വർക്ക്ഷോപ്പാണ്. ഈ കാണുന്ന സെന്നാണ് നമ്മുടെ. എന്ത് ക്ലീൻ ആൻഡ് നീറ്റാ. ബട്ട് അതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് നോക്കിയേ, അത്യാവശ്യം റെസ്റ്റ് ഫോമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്യാവശ്യം അവിടെ ചെറിയ ചെറിയ ഓട്ടകളും കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പാലക്കാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാറുകൾ റീസെല് ചെയ്യണ ഒരാളാണ്. നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു കംപ്ലയിൻസോ പ്രശ്നങ്ങളോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ ഒരു കസ്റ്റമർക്ക് കൊടുക്കാറുള്ളൂ. നമ്മളൊരു ചീറ്റ് ചെയ്യണ ഒരു ബിസിനസ് നമ്മൾ ഇതുവരെ ചെയ്യാറുമില്ല. നമ്മൾ ഈ കാറ് സെയിലിന് വേണ്ടി ഇട്ട സമയത്ത് ഒരു കസ്റ്റമർ ചെക്ക് ചെയ്യുമ്പോൾ സമയത്താണ് നമ്മൾ ഈ റെസ്റ്റുള്ള കാര്യം നമുക്ക് അറിഞ്ഞത്. നമ്മളാരും അതിൻ്റെ ഫ്ലോർ മാറ്റ് അഴിച്ച് നോക്കിയിട്ടും ഏതൊരു കാറും നമുക്ക് എടുക്കാൻ കഴിയില്ല, അത് പോസിബിൾ അല്ല. ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയൊക്കെ നോക്കിയാൽ അത്രയും ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇത് എങ്ങനെ വന്നു, ഇത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡാണ് ഈ റെസ്റ്റുകൾ കൂടുതൽ ഫോം ആയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതിപ്പോൾ ഈ ഭാഗത്ത് റെസ്റ്റ് കൂടാനുള്ള കാരണം നമുക്ക് AC-ന്ന് പുറത്തേക്ക് പോകാനുള്ള വാട്ടർ വന്നിട്ട് ബ്ലോക്കേജ് കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ വെള്ളം ഉള്ളിലോട്ട് പാസ്സാവും. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിന്നിട്ടാണ് ഈ സൈഡ് ഇത്രയ്ക്ക് റെസ്റ്റ് വരാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതല്ലാതെ വേറെ എന്തൊക്കെ റീസണിലൂടെ നമുക്ക് റെസ്റ്റ് ഫോം ആവും, ഇതെങ്ങനെ ശ്രദ്ധിക്കാമെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം നമ്മുടെ ഒരാഴ്ചയുടെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ക്ലീൻ ആയിട്ട് വർക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീക്കായ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പുതിയ ഷീറ്റ് വെച്ച് വെൽഡ് ചെയ്ത് ഇനി റെസ്റ്റ് ഫോം ആവാത്ത പോലുള്ള കോട്ടിങ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ആയതിൻ്റെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് അടുത്ത പണി. പെട്രോൾ ട്യൂബ് വീക്കായ കൊണ്ടാണ് ഈ കാണുന്ന പെട്രോൾ എല്ലാം ലീക്കായി പോയത്. ഇത് നമ്മൾ ഒരു നിമിഷം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടം എത്തിച്ചിട്ടുണ്ടാവും. ഈ ഒരു കാണുന്ന ഈ ചെറിയ ട്യൂബ് കാരണം കൊണ്ട് എൻ്റെ 500 രൂപയുടെ ഫ്യൂവൽ വേസ്റ്റായി പോയി. ഇതിലൊന്നും നമ്മൾ തളരില്ല. അങ്ങനെ ഞാൻ വണ്ടി അണ്ടർ ബോഡി കോട്ടിങ് അടിച്ച് ഒരു കോയമ്പത്തൂരിൽ നിന്ന് ഒരു കസ്റ്റമർ വണ്ടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി A to Z വർക്ക് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കസ്റ്റമർക്ക് ധൈര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ട് വണ്ടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള കണ്ടൻസിനായി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.